ഹലോ. അപ്പോൾ 5ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മലയാളം മീഡിയം ഓൾറെഡി നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് കാണാം. പിന്നെ ഇത് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ നമുക്ക് 2 പ്ലാന്റ്സിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. ഗ്രീൻ ഗ്രാമും കോണും ആണ് അല്ലേ? യെസ്, ഇവിടെ ഗ്രീൻ ഗ്രാമിൻ്റെ കോട്ട്ലീഡൻ തന്നിട്ടുണ്ട്, കോണിൻ്റെയും തന്നിട്ടുണ്ട്. ഇവിടെ 2 എണ്ണം ഉണ്ട് അല്ലേ? അപ്പോൾ ഡൈക്കോട്ട്ലീഡനാണ് ആര്? ഗ്രീൻ ഗ്രാം. ഇവിടെ ആകെ ഒരെണ്ണേ ഉള്ളൂ, അതാരാണ്? കോൺ അല്ലേ? കോണിന് 1ഉം ഗ്രീൻ ഗ്രാമിന് 2ഉം കോട്ട്ലിഡൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇതെന്താണ്? ഇത് അതിൻ്റെ എൻഡോസ്പേം ആണ്. അപ്പോൾ ഈ എൻഡോസ്പേം എന്തിനാണ് ഒരു പ്ലാന്റിലുള്ളത്? അതിവിടെ വായിച്ച് നോക്കൂ. ഇതാ, the food for the plant is obtained from the endosperm. Until the seeds germinate and grow, it leaves. അപ്പോൾ നമ്മുടെ ഒറ്റ കോട്ട്ലിഡൻ മാത്രമുള്ള പ്ലാന്റ്സിൽ അതിൻ്റെ ലീഫൊക്കെ വലുതായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത് വരെ ഈ പ്ലാന്റ്സിന് വേണ്ട ഫുഡെല്ലാം കൊടുക്കുന്നത് ആരാണ്? എൻഡോസ്പേം ആണ് കേട്ടോ. എൻഡോസ്പേം ഓക്കെയാണല്ലോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു കമ്പാരിസണും ആണ് വരിക, ഡൈക്കോട്ട്ലിഡൻ പ്ലാന്റിൻ്റെയും. അതുപോലെ തന്നെ ഇതാ, ഈ ഡൈക്കോട്ട്ലിഡൻ എന്ന് പറഞ്ഞത് 2 കോട്ട്ലിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഇതിനെ ഡൈക്കോട്ട്ലിഡൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യാസവും ചോദിക്കും. ഇവിടെ 2 കോട്ട്ലിഡൻസ് ഉണ്ട്, ഇവിടെ 1 ഉള്ളൂ. പിന്നെ ഇതിൻ്റെ റൂട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫ്, അത് മറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരും, അത് നമുക്ക് നോക്കാം. ഇതെവിടെ നോക്കൂ, ഇവിടെ നമ്മളോട് പ്ലാന്റ് അതിൻ്റെ വീനേഷൻ പാറ്റേൺ, റൂട്ട് ടൈപ്പ് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം വീനേഷൻ പാറ്റേണും അതിൻ്റെ റൂട്ട് ടൈപ്പും തമ്മിലൊരു ഒരു കണക്ഷൻ ഉണ്ടെന്ന് അറിയാം അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ താഴെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം നോക്കാം. മേസ് ലീവ്സ് ഹാവ് പാരലൽ വീനേഷൻ. ഡി ആണ് വായിക്കുന്നത്. ഐഡൻറ്റിഫൈ ദ പ്ലാന്റ് ഫ്രം ദ ലിസ്റ്റ് ദാറ്റ് ഡസ് നോട്ട് ഹാവ് പാരലൽ വീനേഷൻ. പാരലൽ വീനേഷൻ ഇല്ലാത്തൊരു പ്ലാന്റ് ഇതെന്ന് കണ്ടുപിടിക്കാൻ. അതാരാണ്? ഇവിടുത്തെ ചിക്പി ആണ് അല്ലേ? വീറ്റിന് എന്താണ്? പാരലൽ വീനേഷനാണ് അല്ലേ? ഇതാണ് പാരലൽ വീനേഷൻ. ഓക്കെ, ഷുഗർ കെയിനിന് പാരലൽ വീനേഷനാണ്, പാഡിക്കും പാരലലാണ് അല്ലേ? യെസ്. അപ്പോൾ അതല്ലാത്തത് ചിക്പിയാണ്. ഓക്കെ ആണല്ലോ. വീനേഷൻ നോക്കുക, റെറ്റിക്കുലേറ്റ് വീനേഷനും ഉണ്ട്, പാരലൽ വീനേഷനും ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്കിവിടെ ബാമ്പു ഉണ്ട്, അതുപോലെ തന്നെ റൈസ് അല്ലേ? റൈസ്, ബാമ്പു, പിന്നെ എന്താണ് നമ്മുടെ കോക്കനട്ട് അല്ലേ? കോക്കനട്ടിനും ഒക്കെ പാരലൽ വീനേഷനാണ്. പിന്നെ റെറ്റിക്കുലേറ്റ് വീനേഷൻ വരുന്നത് ജാക്ക് ഫ്രൂട്ട്, അതുപോലെ തന്നെ ഹിബിസ്കസ് അല്ലേ? നമുക്കറിയാം ഹിബിസ്കസ്, അങ്ങനെ ഒരുപാട് പ്ലാന്റ്സിന് റെറ്റിക്കുലേറ്റ് വീനേഷൻ വരുന്നുണ്ട്. ഓക്കെ, ഇത് രണ്ടും നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ എക്സാമിന് ഇതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, ഇതിൽ എ ക്വസ്റ്റ്യൻ നോക്കൂ, അല്ല ബി ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദി എൻഡോസ്പേം ഇൻ മേസ്? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ? യെസ്, ലീഫ് വലുതാവുന്ന വരെ ആ പ്ലാന്റിനുള്ള ഫുഡ്, അതിന് ആ ഫുഡ് കൊടുക്കുന്നത് ആരാണ്? അതിൻ്റെ എൻഡോസ്പേം ആണ് കേട്ടോ. അപ്പോൾ ഫുഡ് പ്രൊവൈഡ് ചെയ്യാണ് എൻഡോസ്പേം ചെയ്യുന്നത്. നമ്മൾ നേരത്തെ വായിച്ച പോയിന്റ് തന്നെ കേട്ടോ. ഇത് നോക്കൂ, എൻഡോസ്പേം ഈസ് ദ പാർട്ട് അറ്റാച്ച്ഡ് ടു ദ കോട്ട്ലിഡൻ ഇൻ പ്ലാന്റ്സ് വിത്ത് ഓൺലി 1 കോട്ട്ലിഡൻ. ദ ഫുഡ് ഫോർ ദ പ്ലാന്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ എൻഡോസ്പേം അണ്ടിൽ ദ സീഡ്സ് ജെർമിനേറ്റ് ആൻഡ് ഗ്രോ ഇറ്റ്സ് ലീവ്സ്. അപ്പോൾ സീഡ് ജെർമിനേറ്റ് ചെയ്ത് വളരുന്ന വരെ, ലീഫ് ഉണ്ടാവുന്ന വരെയുള്ള ഭക്ഷണം അവർക്ക് കൊടുക്കുന്നത് ഈ എൻഡോസ്പേം ആണ് കേട്ടോ. അതാണ് അതിൻ്റെ ഫങ്ഷൻ, എൻഡോസ്പേമിൻ്റെ ഫങ്ഷൻ. ഈ പിക്ചർ നോക്കൂ. ഇനി ഇതാ ഇവിടെ നോക്കൂ, ഇതൊക്കെ നമ്മുടെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് സർവീസസ് ആണ് അല്ലേ? റിമോട്ട് സെൻസിങ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ, നാവിഗേഷൻ, സയൻറ്റിഫിക് എക്സ്പെഡിഷൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് സാറ്റലൈറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? യെസ്, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ മേഖലകളിലൊക്കെയാണ് കേട്ടോ. റിമോട്ട് സെൻസിങ്, കമ്മ്യൂണിക്കേഷൻ, നാവിഗേഷൻ, സയൻറ്റിഫിക് എക്സ്പെഡിഷൻ, ദ ഡിസ്കവറി ആൻഡ് മാപ്പിംഗ് ഓഫ് റിസോഴ്സസ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഭാഗം നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സും അതിൻ്റെ പ്രൈമറി പേർപ്പസും. ഓക്കെ, അപ്പോൾ ഇൻസാറ്റിൻ്റെ പർപ്പസ് എന്താണ്? സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലേ? എഡ്യൂസാറ്റിൻ്റെ ആണെങ്കിൽ എഡ്യൂക്കേഷൻ, IRNSSൻ്റെ ആണെങ്കിൽ നാവിഗേഷൻ, കാർട്ടോസാറ്റ് ജിയോഗ്രഫിക്കൽ ഒബ്സർവേഷൻ, ആസ്ട്രോസ്റ്റാസാറ്റ് ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് റിസർച്ച്, പിന്നെ GSAT-7 ഉണ്ട്, MESAT ഉണ്ട്, അത് ഡിഫെൻസ് ആണ് അല്ലേ? യെസ്. അപ്പോൾ ഈ ബോക്സ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. നെക്സ്റ്റ് വൺ നോക്കൂ, നമ്മുടെ മിഷനും അതിൻ്റെ ഒബ്ജക്റ്റീവ്സും തന്നിട്ടുണ്ട്. മംഗല്യാൻ്റെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? മാസ് എക്സ്പെഡിഷൻ ആണ്. ആദിത്യ L1 ആകുമ്പം സോളാർ എക്സ്പെഡിഷൻ ആണ്.
ഗഗൻയാൻ ആണെങ്കിൽ സ്പേസ് എക്സ്പെഡിഷൻ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഇങ്ങനെ പിക്ചർ തരും, എന്നിട്ട് ഇതൊക്കെ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറയും. നമുക്കറിയാം ഇത് ഇതാ, അപ്പോൾ അതിൻ്റെ പേരൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓപ്പൺ ഹെർത്ത് ഉണ്ട്, പിന്നീട് എന്താണ് ഇതാ കെറോസിൻ സ്റ്റവ് ഉണ്ട്, ഗ്യാസ് സ്റ്റവ് ഉണ്ട് അല്ലേ. യെസ്, അപ്പോൾ ഇങ്ങനെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വളരെ സിമ്പിളാണ്, നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും അല്ലേ. യാ, ഈ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ടു ബി ഡൺ ടു മേക്ക് ദ ഫയർവുഡ് ബേൺ വെൽ? അല്ലേ, തീ കത്താൻ വേണ്ടി, നന്നായിട്ട് കത്താൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം? ബ്ലോയിങ് എയർ യൂസിങ് എ പൈപ്പ്. ഒരു പൈപ്പ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഊതി കൊടുക്കാം അല്ലേ, കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുപ്പ് നന്നായി കത്തും. പിന്നെ എന്ത് ചെയ്യാം, നല്ല ഡ്രൈ ആയിട്ടുള്ള ഫയർവുഡ് എടുക്കാം അല്ലേ. യെസ്, അപ്പോഴും നന്നായിട്ട് കത്തും. പച്ചയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കത്താൻ വളരെ പാടാണ് അല്ലേ. അപ്പം നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള ഡ്രൈ വുഡ് എടുക്കാം അല്ലേ. യെസ്, ഡ്രൈ വുഡ് എടുക്കാം കേട്ടോ. ബ്ലോയിങ് എയർ യൂസിങ് എ പൈപ്പ് ആൻഡ് ഡ്രൈ ഫയർവുഡ്, അതും ഇവിടെ എഴുതി ചേർക്കാം കേട്ടോ. ഓക്കെ ആണല്ലോ, 2 പോയിൻ്റ് കിട്ടിയില്ലേ. യെസ്, ബേണിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങളോട് ചോദിക്കും. നമുക്ക് ഈ ബേണിങ്ങിന് എയർ വേണോ എന്നുള്ളത് അല്ലേ, എയർ നെസസറി ആണോ എന്ന് ചോദിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് അല്ലേ. അപ്പോൾ അത് തെളിയിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്. എയർ വേണം, ബേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എയർ വേണം എന്നുള്ളത് തെളിയിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. നമ്മൾ 2 കാൻഡിൽ എടുക്കുന്നു, അത് എന്ത് ചെയ്യുന്നു, അത് അവിടെ ലൈറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഒരു കാൻഡിലിൻ്റെ മുകളിൽ ഗ്ലാസ് വെക്കും അല്ലേ. അപ്പോൾ അവിടെ എയർ ഇല്ലാത്തതുകൊണ്ട് അവിടെ എന്താവില്ല, അവിടെ തീ കത്തില്ല അല്ലേ. അപ്പോൾ ഇവിടെ എയർ ഉള്ള ഭാഗത്ത് തീ മാത്രമേ കത്തുള്ളൂ അല്ലേ. യെസ്, അപ്പോൾ ഇതാണ് ആ എക്സ്പെരിമെൻറ്റ്. നിങ്ങളിത് ജസ്റ്റ് ഒന്ന് വായിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? അപ്പോൾ ഇത് കത്തണം എന്നുണ്ടെങ്കിൽ എയർ വേണം, എയർ ഈസ് നെസസറി ഫോർ ബേണിങ് എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം. ഓക്കെ, ഇതുപോലുള്ള എക്യുപ്മെൻറ്റ്സ് കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. നമുക്കറിയാം സോളാർ സ്റ്റവ്, പിന്നെ അതുപോലെ തന്നെ സോളാർ വാട്ടർ ഹീറ്റർ ഉണ്ട്, കാൽക്കുലേറ്റർ ഉണ്ട്, സോളാർ ലാമ്പ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ പിക്ചർ തന്നിട്ടുണ്ടെങ്കിലും നിങ്ങളത് ഈസി ആയിട്ട് എഴുതി ചേർക്കണം കേട്ടോ. ഇത് നോക്കൂ, ഇത് നമ്മുടെ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് അല്ലേ, കണ്ണ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഉള്ള കുറച്ച് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. റോഡിലുള്ള മാർക്കിങ്സ്, അതുപോലെ തന്നെ നമ്മൾ ട്രെയിനിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടില്ലേ, സീറ്റ് നമ്പർ എഴുതിയിട്ടുള്ളതിൻ്റെ മുകളിൽ കുറച്ച് ബൾജ് ചെയ്തിട്ട് ഒരു മെറ്റൽ അല്ലേ, ബൾജ് ചെയ്തിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കുത്ത് നിങ്ങൾ കണ്ടില്ലേ, ഉണ്ടാവും. അതെന്താ, അവർക്ക് തൊട്ടറിയാൻ വേണ്ടിയിട്ടാണ്, അവരുടെ സീറ്റ് നമ്പർ തൊട്ടറിയാൻ വേണ്ടിയിട്ടാണ്, അവരുടെ ലിപിയിൽ എഴുതിയതാണ് അല്ലേ. യെസ്, അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഉണ്ടല്ലോ. ഇതാ അവരെ വാച്ച്, അതുപോലെ തന്നെ ഇതാ സ്മാർട്ട് കെയിൻ അല്ലേ, സ്മാർട്ട് കെയിൻസ്, അവരെ ലിപി, ബ്രെയിൻ ലിബീസ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. അതൊക്കെ കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കണ്ണിൻ്റെ കെയറിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇതാ, ഡു നോട്ട് റബ് ദ ഐസ്, കണ്ണിങ്ങനെ തിരുമരുത് അല്ലേ. യെസ്, ഡു നോട്ട് ടച്ച് ഇൻസൈഡ് ദ ഐ, കണ്ണിൻ്റെ ഉള്ളിൽ നമ്മൾ തൊട്ട് കളിക്കരുത്. അതുപോലെ തന്നെ ടി വി ഒന്നും ഡിം ലൈറ്റിൽ കാണരുത്, ലൈറ്റുള്ള റൂമിലിരുന്ന് വേണം ടി വി കാണാൻ, കണ്ടോ. അതുപോലെ തന്നെ തൊട്ടടുത്ത് പോയിരുന്ന് കാണരുത് അല്ലേ. യെസ്, കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണം. മൊബൈൽസ് ആയാലും ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ടി വി ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ പോയിൻറ്റ്സ് ഒക്കെ നിങ്ങളൊന്ന് വായിച്ച് പഠിക്കണം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതാണ്. അപ്പോൾ ഈ പോയിൻറ്റ്സിൽ നിങ്ങൾ എളുപ്പമുള്ള ഒരു 3-4 പോയിൻറ്റ് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഈ പിക്ചർ ഒന്ന് നോക്കൂ. ഇതിൻ്റെ ഓരോ സ്റ്റേജ് കാണിക്കുന്നുണ്ടല്ലേ. എഗ് ഉണ്ട്, ലാർവ ഉണ്ട്, പ്യൂപ്പ ഉണ്ട്. ഓക്കെ, യെസ്, അപ്പോൾ ഈ സ്റ്റേജ് ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ നോക്കൂ, ഇതിൻ്റെ മച്ചുറായിട്ടുള്ള ആളും ഇതിൻ്റെ ലാർവയും തമ്മിൽ നല്ല വ്യത്യാസമില്ലേ കാണുമ്പോൾ അല്ലേ. ഇതിൻ്റെ അമ്മയെ പോലെയാണോ അത് ഇവിടെ വരുമ്പോൾ? അല്ലല്ലോ, അതിൻ്റെ ലാർവ വളരെ ഡിഫറെൻ്റ് ആണ് അല്ലേ. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ളവയെ നമ്മൾ എന്ത് പറയാറുണ്ട്? ആ ഒരു മാറ്റത്തിന് എന്താ പറയുക? ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിന് നമ്മൾ മെറ്റമോർഫിസ് എന്ന് പറയും അല്ലേ. യെസ്, ഇതിവിടെ കൊടുത്തിട്ടുണ്ട് മെറ്റമോർഫോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അല്ലേ. The larva formed from the egg goes through different stages of growth and becomes a creature resembling the parent. This change is called metamorphism. Okay. ലാർവ എങ്ങനെ ഇരിക്കും? സെയിം ആവില്ല അല്ലേ. യെസ്, പിന്നീട് ഒരുപാട് സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ മച്ചർ ആയിട്ടുള്ള ആളെ പോലെ എത്തുന്നത് അല്ലേ.
അപ്പോൾ ഒരുപാട് സ്റ്റേജിലൂടെ പോകും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, മെറ്റമോർഫോസിസ് എന്ന് പറയാം. ഓക്കെ, ഈ കോക്രോച്ചിൻ്റെ ലൈഫ് സൈക്കിൾ നോക്കിയേ. ഇവിടെ നമ്മൾ എന്താണ് വിളിക്കുന്നത്, ഈ കോക്രോച്ചിനെ ലാർവേനെ എന്താ വിളിക്കുന്നത്, നിംഫ് എന്ന് വിളിക്കും അല്ലേ? യെസ്. ഇവിടെ നോക്കൂ കേട്ടോ, കണ്ടില്ലേ? ഇവിടെ ആകെ എഗ്ഗും നിംഫും മാത്രമേ ഉള്ളൂ. ഇതുപോലെ ബട്ടർഫ്ലൈസിൻ്റെ പിക്ചർ തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ടാവും കേട്ടോ. അപ്പം നിങ്ങളൊരു 3-4 ബട്ടർഫ്ലൈസിൻ്റെ പേര് പഠിച്ച് വെക്കണം. പിന്നെ അതുപോലെ തന്നെ ബട്ടർഫ്ലൈസിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് അവരുടെ ലെഗാണ് കേട്ടോ. ടേസ്റ്റ് മനസ്സിലാക്കാൻ ലെഗാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, കുറച്ച് സ്പൈസസിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. കാർഡമം ഉണ്ട്, പെപ്പർ ഉണ്ട്, ക്ലോ ഉണ്ട്, സിനമൺ ഉണ്ട് അല്ലേ? യെസ്. വി ഓഫൺ കീപ് സം സ്പൈസസ് എലോങ് വിത്ത് ഗ്രെയിൻസ് വെൻ ദേ ആർ സ്റ്റോർഡ്. വൈ? അപ്പം നമ്മൾ കുറച്ച് ധാന്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുമ്പോൾ കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് സൂക്ഷിച്ച് വെക്കാറുണ്ട് എന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള ഗ്രെയിൻസിന് നല്ലൊരു സ്മെല്ല് കൊടുക്കും അല്ലേ? സ്പൈസസ് ഭയങ്കര സ്മെല്ലായിരിക്കില്ലേ? നല്ലൊരു സ്മെല്ല് കൊടുക്കും. അതുപോലെ തന്നെ വേറെ പെസ്റ്റൊന്നും എങ്ങോട്ട് വരില്ല, ഈ ഗ്രെയിൻസിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി കൂടിയാണ് നമ്മളിങ്ങനെ കുറച്ച് സ്പൈസസ് ഗ്രെയിൻസിലിട്ട് അടച്ചു വെക്കുന്നത്, സൂക്ഷിക്കുന്നത് കേട്ടോ. ദ കെമിക്കൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പ്ലാന്റ്സ് ടു പ്രൊട്ടക്ട് ദംസെൽസ് ഫ്രം പെസ്റ്റ് ദാറ്റ് മേക്ക് ദം അരോമാറ്റിക് സ്പൈസസ്. യെസ്. ഓക്കെ, അപ്പം പറഞ്ഞത് മനസ്സിലായല്ലോ. എന്താണ്? ഒന്ന് നല്ല സ്മെല്ല് കിട്ടാൻ അല്ലേ? ഗ്രെയിൻസിന് നല്ല സ്മെല്ല് കിട്ടാൻ, പിന്നീട് മറ്റ് പ്രാണികളൊന്നും അതിലേക്ക് കയറാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രെയിൻസിൽ സ്പൈസസ് ഇട്ട് സ്റ്റോർ ചെയ്യുന്നത്. യെസ്, ഇതൊന്ന് ശ്രദ്ധിക്കൂ. ഇൻ കേസ് ഓഫ് സ്നേക്ക് ബൈറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പാമ്പ് കടി ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് നമ്മൾ? ഡു നോട്ട് ഇഞ്ചർ ദ ബൈറ്റ് സൈറ്റ് ഓർ ട്രൈ ടു സക്ക് ഔട്ട് ദ വെനം അല്ലേ? നമ്മൾ വീണ്ടും അവിടെ മുറിപ്പെടുത്താൻ ശ്രമിക്കാതിരിക്കുക, എന്നിട്ട് അവിടെ നിന്ന് നമ്മളായിട്ട് വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കാതിരിക്കുക അല്ലേ? പിന്നെയോ, ഡോണ്ട് പാനിക് ദ ബിറ്റൻ പേഴ്സൺ. ഈ കടിയേറ്റ ആളെ നമ്മൾ പരിഭ്രാന്തരാക്കരുത് അല്ലേ? പേടിപ്പിക്കാൻ പറ്റില്ല. കൺസോൾ ആൻഡ് ഹെൽപ്പ് ദം ടു സ്റ്റേ കാം. നമ്മൾ അവരെ നല്ലപോലെ എന്ത് ചെയ്യണം? ശുശ്രൂഷിച്ച് ഇരുത്തണം അല്ലേ? കാമായിട്ട് ഇരുത്തണം. ദ ബിറ്റൻ പേഴ്സൺ ഷുഡ് ബി ടേക്കൺ ടു ഹോസ്പിറ്റൽ ഇമ്മീഡിയറ്റ്ലി. പിന്നീട് എന്താ ചെയ്യേണ്ടത്? ആ കടിയേറ്റ ആളെ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യണം. അപ്പോൾ ഈ പോയിൻറ്റ്സ് ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. സ്നേക്ക് ബൈറ്റിൻ്റെ പോയിൻറ്റ്സാണ്. സ്നേക്ക് ബൈറ്റ് ഉണ്ടായാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കേട്ടോ. എന്തൊക്കെ ചെയ്യണ്ടെന്നുള്ളതും. ചെയ്യണ്ടെന്ന് പറഞ്ഞത് ഫസ്റ്റത്തെ പോയിൻ്റാണ് കേട്ടോ. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ണിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ചിലപ്പോൾ നിങ്ങൾക്കൊരു പോസ്റ്റർ ഉണ്ടാക്കാനുണ്ടാകും. അപ്പോൾ ഐ ഡൊണേഷനെ കുറിച്ചിട്ട്. അപ്പോൾ ഐ ഡൊണേഷൻ ഈസ് ദ ഗ്രേറ്റ് ഡൊണേഷൻ എന്ന് പറയാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? പോസ്റ്റർ ഒരു ബോർഡർ കൊടുക്കണം അല്ലേ? എന്നിട്ട് ഇതുപോലെ ഒരു ചിത്രമൊക്കെ വരയ്ക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 കണ്ണിൻ്റെ ചിത്രമൊക്കെ വരച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം? ഐ ഡൊണേഷൻ ഈസ് ദ ഗ്രേറ്റ് ഡൊണേഷൻ അല്ലേ? ഓക്കെ, അത് നിങ്ങൾ എഴുതണേ. ഈസ് ദ ഗ്രേറ്റ് ഡൊണേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്ററിൻ്റെ ഫുൾ മാർക്ക് കിട്ടും. ബോർഡർ വേണം, ഒരു ചിത്രം വരയ്ക്കുക, പിന്നെ ഒരു കോട്ട്സ് എഴുതുക. ഓക്കെ, പിന്നീട് കണ്ണിന് വരുന്ന 1-2 രോഗങ്ങളുടെ പേരും നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. നൈറ്റ് ബ്ലൈൻഡ്നെസ് വരും, അതുപോലെ തന്നെ എന്താണ്, കൺജങ്ക്റ്റിവൈറ്റിസ് വരും അല്ലേ? അപ്പോൾ 1-2 അങ്ങനത്തെ കാട്രാക്റ്റ് പോലത്തെ രോഗങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കണം. ഇവിടെ നോക്കൂ, മാമൽസ് എന്താ? മാമൽസ് ആർ ക്രിയേച്ചേഴ്സ് ദാറ്റ് ഗീവ് ബർത്ത് ആൻഡ് ഫീഡ് മിൽക്ക് ടു ദെയർ ഓഫ്സ്പ്രിങ് അല്ലേ? കുട്ടികൾക്ക് പാൽ കൊടുത്ത് വളർത്തുന്നത്. അപ്പോൾ ഇതവിടെ വെയിലുണ്ട്, ഡോൾഫിൻ ഉണ്ട്, ബാറ്റ്, ഓട്ടറൊക്കെ ഉണ്ട് കേട്ടോ. ദെയർ ഓൾസോ മാമൽസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. നന്നായിട്ട് ഇരുന്ന് വായിക്കുക, പഠിക്കുക, ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യുക, നന്നായിട്ട് എക്സാം എഴുതുക. ഇത്ര ഏരിയ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്.